കയർ ബോർഡിൽ ഉദ്യോഗസ്ഥ പീഡനത്തിന് പിന്നാലെ മരണത്തിന് കീഴടങ്ങിയ ജോളി മധു അവസാന നിമിഷവും നേരിട്ടത് കടുത്ത മാനസിക സമ്മർദ്ദം. അഴിമതിക്കാരായ മേലുദ്യോഗസ്ഥർക്കെതിരായ ജോളിയുടെ ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന് കിട്ടി. ബോധരഹിതയാകുന്നതിന് തൊട്ടുമുമ്പ് എഴുതിയ കത്തിലും ഗുരുതര ആരോപണങ്ങൾ. ജോളിയുടെ മൃതദേഹം ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കരിച്ചു. ഈ കള്ളനായ ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി. അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. അപ്പം ഈ ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇയാൾ എന്തെഴുതുന്നോ അതുടനെ വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. കള്ളനായ ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജ് കിട്ടി. മിനിസ്ട്രിയിലുള്ള വിപുൽ ഗോയൽ എന്നയാൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. ഇയാൾ എന്തെഴുതുന്നോ അത് വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. ശുക്ലയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായി ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിൻ്റെ റിവഞ്ചാണ് തീർക്കുന്നത്. സെറിബ്രൽ ഹെമറേജ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച കയർ ബോർഡ് ജീവനക്കാരി ജോളി മധു ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ടത് കടുത്ത തൊഴിൽ ചൂഷണമെന്ന് തെളിയിക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. തൊട്ടുപിന്നാലെ തൊഴിൽ പീഡനത്തെക്കുറിച്ച് ജോളി എഴുതിയ കത്തും പുറത്തു വന്നു. പേടിയാണെന്നും ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും ജോളി കത്തിൽ പറയുന്നുണ്ട്. തൊഴിൽ സ്ഥലത്ത് ജോളി അനുഭവിച്ചിരുന്നത് എത്രത്തോളം വലിയ മാനസിക പീഡനമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കത്ത്. ഈ കത്ത് എഴുതുന്നതിനിടെ ജനുവരി 30 ജോളി ബോധരഹിതയായി. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഫെബ്രുവരി 10 മരണത്തിന് കീഴടങ്ങി. ജോളിയുടെ ആരോഗ്യനില ഗുരുതരമായപ്പോൾ തന്നെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. അതിനിടെ കയർ ബോർഡിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ചെയർമാന്റെ PA ആയിരുന്ന CB സുനിൽകുമാറിന്റെ മകൻ സിദ്ധാർത്ഥ് രംഗത്തെത്തി. സ്ട്രോക്ക് വന്ന വ്യക്തിയാണ് സുനിൽകുമാർ എന്നും മെഡിക്കൽ റിപ്പോർട്ട് അനുകൂലമായി വന്നിട്ടും ശമ്പളമില്ലാതെയാണ് മെഡിക്കൽ ലീവ് അനുവദിച്ചതെന്നും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ അദ്ദേഹത്തെ കൊൽക്കത്തയിലേക്ക് സ്ഥലം മാറ്റിയെന്നും സിദ്ധാർത്ഥ് ആരോപിച്ചു. ഇതെന്താ പറയുക, ഇപ്പൊ ജോളി മാഡം ഇങ്ങനെ അനുഭവിച്ചു. ഒരാളുടെ ജീവൻ പോയി കഴിയാൻ നേരത്താണ് ഇതൊക്കെ. ഇപ്പൊ അടുത്ത ഒരാളായിട്ട് നിൽക്കുന്ന എൻ്റെ അച്ഛനാണ്. ഇതേ സെയിം സിറ്റുവേഷൻ. ഈ പറഞ്ഞ സെയിം ദിവസം തന്നെ ട്രാൻസ്ഫർ ഓർഡർ വന്നു. ഈ പറഞ്ഞ സെയിം ദിവസം തന്നെ മെഡിക്കൽ ബോർഡ് നടത്തി അച്ഛന് അനുകൂലമായിട്ട് റിപ്പോർട്ട് വന്നു. എന്നിട്ട് പോലും ഇത് പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജോളി എന്ന ഉദ്യോഗസ്ഥയ്ക്ക് ജോലിയോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുൻ ചെയർമാൻ കുപ്പുറാമു ദുരൈപാണ്ഡിയുടെ വാക്കുകൾ. ജോളി കഠിനാധ്വാനിയും കൃത്യനിഷ്ഠയും ഉള്ള വ്യക്തിയായിരുന്നു എന്ന് മുൻ ചെയർമാൻ പറയുന്നു. Honest worker, honest official. It is very difficult to have such an honest officer in the services. It's very difficult. Such a honest, very hard working. അർബുദ അതിജീവിതയായ ജോളി വലിയ രീതിയിൽ മാനസിക പീഡനം അനുഭവിച്ചിരുന്നതായി നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര MSME മന്ത്രാലയം. ആരോപണങ്ങൾ പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കയർ ബോർഡിന് നിർദ്ദേശം നൽകി. 2016 ക്യാൻസറിനെ തുടർന്ന് ജോളിയുടെ ബ്രസ്റ്റ് നീക്കം ചെയ്തിരുന്നു. 2020 ജോളിയുടെ ഭർത്താവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ഇതിനെയെല്ലാം അതിജീവിച്ച ജോളിക്ക് ഉദ്യോഗസ്ഥരുടെ തൊഴിൽ പീഡനത്തെ അതിജീവിക്കാൻ സാധിച്ചില്ല. ന്യൂസ് മലയാളം, കൊച്ചി.